ഡെന്നിയും ദക്ഷയും അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടത് എല്ലാവരും വീടിന്റെ നടുത്തളത്തിൽ ഇരിക്കുന്നതാണ്. ദക്ഷ വേഗം ചെന്ന് ഫുക്രുവിന്റെ ഉമ്മയുടെ അടുത്തേക്ക് ഇരുന്നു. ഡെന്നി ചെക്കന്മാരുടെ അടുത്തു. അപ്പോൾ എങ്ങനെയാ, തുടങ്ങുമല്ലേ? അമ്മ ചോദിച്ചതും എല്ലാവരും തലയാട്ടി. ഡെന്നി എല്ലാവരെയും സംശയത്തിൽ നോക്കി. നമ്മുടെ ഗ്യാങ്ങിലെ പുതിയ മെമ്പർ ഉള്ളതുകൊണ്ട് ഗെയിമിന്റെ റൂള് നമുക്ക് ഒന്നും കൂടി പറയാം. ഷാരു എണ്ണീറ്റുകൊണ്ട് പറഞ്ഞു. അതെ, അത് വേണം, അല്ലുവും പറഞ്ഞു. അപ്പോൾ ചേട്ടായി ശ്രദ്ധിച്ചു കേട്ടോ, ഈ കാണുന്ന ബൗളിൽ എല്ലാവരുടെയും പേരുണ്ട്. ഇതിൽ നിന്നൊരു ലോഡ് എടുക്കും. അവർ ഈ കാണുന്ന ബോട്ടിൽ കറക്കി ആരുടെ നേരെ ബോട്ടിൽ വരുന്നോ അയാൾക്ക് അവർക്ക് ഇഷ്ടമുള്ളൊരു ടാസ്ക് കൊടുക്കാം. ആ ടാസ്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പണിഷ്മെന്റും കൊടുക്കും. ഓക്കെ? ഇനി ഒരു അംഗത്തിന് തയ്യാറെന്ന പോലെ ഓക്കെ പറഞ്ഞു. ദക്ഷയാണെങ്കിൽ, ദൈവമേ, ഇങ്ങേരുത് എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചുള്ള ഭാവമാണല്ലോ. അരുന്ധതി ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി വന്നതും അവരെ കണ്ട് എല്ലാവരും അത്ഭുതത്തിൽ നോക്കി. പഴയ അരുന്ധതി ദേശായി കോട്ടൺ സാരി ഉടുത്ത് പോണിറ്റെയിൽ കെട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു നിമിഷം ബഹുമാനത്തോടെ മുൻപിൽ നിന്ന് മാറി നിന്നു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന പലരും. എല്ലാ ബോർഡ് മെമ്പേഴ്സും ഉള്ള മീറ്റിംഗ് ആണ്. ഒരുക്കങ്ങൾ കഴിഞ്ഞ് അരുന്ധതി ഇറങ്ങാൻ നേരം അവർക്കൊരു കോള് വന്നു. കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അജു അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ പറ്റിയ ആരോമ്മ? മോനെ അജു, എൻ്റെ വാവ, അവള് ജീവനോടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവള് മരിച്ചിട്ടില്ല. കുഞ്ഞി കൊലിച്ചിട്ട് ഓടുന്ന എൻ്റെ മോളെ എനിക്ക് മുന്നിൽ കാണാൻ പറ്റും. അധികം താമസിയാതെ എൻ്റെ മോളെ എനിക്ക് കിട്ടും. അരുന്ധതി സന്തോഷത്തോടെ പറഞ്ഞു. അജുവും അവരുടെ സന്തോഷത്തിൽ ചിരിയോടെ പങ്കുചേർന്നു. നാളുകൾക്ക് ശേഷം അവന്റെ അമ്മയുടെ മുഖം തെളിഞ്ഞതിലുള്ള സന്തോഷമായിരുന്നു അവന്. എന്നാൽ മറ്റു ചിലരുടെ ഉള്ളിൽ പലതരം കണക്കുകൂട്ടലുകളായിരുന്നു. അങ്ങനെ നമ്മുടെ ഗെയിം ആവേശത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാരും അമ്മമാരും ഓരോ റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ അടുത്ത ബോട്ടിൽ കറക്കാൻ വരുന്ന ആൾ ആരാണെന്ന് നോക്കാം. അമ്മ ലോട്ടിന്റെ ബൗൾ കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ബൗളിൽ നിന്ന് എടുത്ത പേര് ഫുക്രുവിന്റെ ആയിരുന്നു. ഫുക്രു ബോട്ടിൽ കറക്കിയപ്പോൾ വന്നത് ചാരുവിനെയാണ്. അപ്പോൾ ചാരുട്ടിക്ക് കൊടുക്കുന്ന ടാസ്ക് 2 മിനിറ്റ് തരും. അതിനുള്ളിൽ ഇഷ്ടമുള്ള ആളുടെ പിക്ക് വരയ്ക്കണം. ഓക്കെ? ചാരു ഓക്കെ പറഞ്ഞ് വരയ്ക്കാൻ തുടങ്ങി. 2 മിനിറ്റ് കഴിഞ്ഞതും ഫുക്രു അവളുടെ കയ്യിൽ നിന്നും പേപ്പർ ബോർഡ് വാങ്ങി. ഗാന്ധിജിയാണ് അവൾ വരച്ചത്. എടി, ഇത് പറ്റില്ല, കള്ളക്കളിയാണ്. ഇതൊക്കെ നീ വരച്ച് പ്രാക്ടീസ് ഉള്ളതല്ലേ. അത് പറ്റില്ല, ചേട്ടായി അല്ലേ പറഞ്ഞ് ഇഷ്ടമുള്ള ആളുടെ പടം വരയ്ക്കാൻ. എനിക്ക് ഗാന്ധിജിയെ ഇഷ്ടമാണ്, അപ്പോൾ ഞാനത് വരച്ചു. അയ്യാ, ഗാന്ധിജിയെ ഇഷ്ടമുള്ള ഒരാള്. നീ അല്ലേടി അങ്ങേര് തെണ്ടി യാത്ര പോയത് എന്തിനാന്നും ചോദിച്ച് കരഞ്ഞത്? പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാത്തതിന്റെ പേര് കുറെ പ്രാഗി പറഞ്ഞതല്ലേ. ദണ്ഡയാത്രയാണ്, അല്ലാതെ ചേട്ടായി പോകുന്ന തെണ്ടികളുടെ യാത്രയല്ല. നീ തന്നെ എനിക്ക് പറഞ്ഞു തന്നെ. ഞാനങ്ങനെ പലതും പറയും. ചേട്ടായി അവിടെ ഇരുന്നേ, അടുത്ത ആളെ വിളിക്കട്ടെ. ഫുക്രു ആണെങ്കിൽ അവളെ കോക്കറി കാണിച്ചു. ഡാ ചെക്ക, കുട്ടികളോട് തല്ലുകൂടാതെ ഇവിടെ വന്നിരിക്കെ, ഉമ്മ പറഞ്ഞത്. ഫുക്രു വന്നിരുന്നു. ചാരു അവനെയും കോക്കറി കാണിച്ച് ബൗളെടുത്ത് ലോഡെടുത്തു. അരുണിന്റെ പേര് കിട്ടി. അവൻ ബോട്ടിൽ കറക്കിയതും നേരെ വന്നത് ഡെന്നിയുടെ നേർക്കായിരുന്നു. അപ്പോൾ അളിയാ, ഞാൻ പണി തരുവാ, ഡെന്നിയെ നോക്കി അരുൺ പറഞ്ഞു. ധൈര്യമായിട്ട് തന്നോ? ഡെന്നിയും അവൻ പറഞ്ഞ ഈണത്തിൽ തന്നെ പറഞ്ഞു. ഇത്രേ ഉള്ളൂ, ദച്ചുവിനെ പുറത്തിരുത്തി 5 പുഷപ്പ് ചെയ്യണം. ദക്ഷ ഞെട്ടി ഡെന്നിയെ നോക്കി. ഡെന്നി അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു. അപ്പൊ എങ്ങനെയാ, തുടങ്ങുമല്ലേ? അരുൺ ചോദിച്ചു. പിന്നെന്താ, ഇച്ചെന്റെ കൊച്ചിങ് വന്നേ. ദേ, ഇവരുടെ മുന്നിൽ എനിക്ക് വില കളയാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ നിന്നെ എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കാനുള്ള ക്ഷമ ഈ ഡെന്നിക്കുണ്ട്. അതൊന്ന് എൻ്റെ അളിയന്മാർക്ക് ബോധിപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഡെന്നി അത്രയും പറഞ്ഞ് പുഷപ്പ് എടുത്തു. ഇടയിൽ ദക്ഷയോട് അവന്റെ പുറത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. ദക്ഷ വേണ്ടെന്ന് തലയനക്കിയതും ഡെന്നി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് കണ്ടതും ദക്ഷ വേഗം വന്നിരുന്നു. ഡെന്നിയുടെ കൈ ഒന്ന് സ്ലിപ്പായി. പക്ഷെ ഡെന്നി നേരെ നിന്ന് പുഷപ്പ് എടുക്കാൻ തുടങ്ങി. 5 എണ്ണം കഴിഞ്ഞതും ദക്ഷ എഴുന്നേറ്റു. അയ്യേ, അരുണേട്ടൻ ചമ്മിയേ, ഞങ്ങളുടെ ചേട്ടായി സൂപ്പറാണ്, അല്ലി അരുണിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. വീണ്ടും ഗെയിം തുടർന്നു. ഇങ്ങനെ അടുത്ത ഊഴം വീണത് ഡെന്നിക്കായിരുന്നു. ഡെന്നി ബോട്ടിൽ കറക്കി നേരെ ചെന്ന് നിന്നത് ദക്ഷയുടെ നേരെ. ഡെന്നി ചിരിച്ചുകൊണ്ട് ദക്ഷയെ നോക്കി. അവളാണെങ്കിൽ ഡെന്നിയെ കൂർപ്പിച്ച് നോക്കി പേടിപ്പിക്കുകയാണ്. അപ്പൊ ടാസ്ക് പറയാം, പക്ഷെ അതിനു മുന്നേ ഇത് കേട്ട് കഴിഞ്ഞ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഡെന്നി ദക്ഷയെ നോക്കാതെ പറഞ്ഞു. എല്ലാവർക്കും ബാധകമാണ്, ദച്ചുവേച്ചി ചെയ്യും, ചാരു പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം. ദക്ഷ എന്ന എൻ്റെ കെട്ടിയോള് എന്നെ പ്രപ്പോസ് ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, അത് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. എനിക്കൊന്നും പറ്റത്തില്ല, ദക്ഷ വേഗം പറഞ്ഞു. ദച്ചു കമോൺ, ഇതൊക്കെ നിനക്ക് ഈസി അല്ലേ? ഫുക്രു പറഞ്ഞു. അവൾ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് നോക്കി. അവനൊന്ന് ഇളിച്ചു കാണിച്ചു. ദക്ഷ എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരും അവളെ നോക്കി തംസപ്പ് കാണിച്ചു. ഡെന്നി ഫോൺ വിളിക്കുന്നത് പോലെ തിരിഞ്ഞു നിൽക്കുകയാണ്. ദക്ഷ അവന്റെ അടുത്തേക്ക് ചെന്നു. അവൾ സൗണ്ട് ഉണ്ടാക്കി. ഡെന്നി തിരിഞ്ഞു നോക്കി, പിരികമുയർത്തി. എന്താണെന്ന് നോക്കി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ഇപ്പം എനിക്ക് 23 വയസ്സ്, ഇയാൾക്ക് 29. കൂടിപ്പോയാൽ ഒരു 60 വയസ്സ് വരെ ആയുസുണ്ടാവും. അതിന് ഞാനും സിംഗിള്, താനും സിംഗിള്. ഈ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടു വേണമെന്ന് തോന്നി. ആ തോന്നലിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന മുഖം അത് തൻ്റേതാ. എനിക്ക് അച്ഛൻ്റെ വാത്സല്യം തരാനും ഏട്ടനെ പോലെ സംരക്ഷിക്കാനും
കൂട്ടുകാരനെ പോലെ കറങ്ങി നടക്കാൻ, കാമുകനെ പോലെ സ്നേഹിക്കാനും ഭർത്താവിന്റെ കെയർ നൽകാനും സമ്മതാണോ? പക്ഷെ അത്രയും ചോദിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. ഡെന്നി അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. ഇതെല്ലാം അവളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യമാണെന്ന് അവന് മനസ്സിലായി. ഡെന്നി അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. അവിടെ ഇരുന്ന ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി. ഈ ദക്ഷാദുർഗയെ ചങ്കിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. നിന്റെ ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം നീ തുറന്നു പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മരണം വരെ ഈ നെഞ്ചിലെ ചൂടും സ്നേഹവും അത് നിനക്ക് മാത്രം സ്വന്തമായിരിക്കും. ഈ ഡെന്നിയെ കുടുംബക്കല്ലറയിൽ അടക്കും വരെ. അവൻ അവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. ദക്ഷ അവന്റെ കണ്ണിൽ കണ്ട പ്രണയത്തിന്റെ വ്യാപ്തി നോക്കുകയാണ്. അവൻ പറഞ്ഞത് സത്യമാണെന്ന് ആ കണ്ണുകളിൽ കാണാം. പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം. അന്ന് സ്റ്റേഷനിൽ വെച്ച് മിന്നെ കഴുത്തിൽ വീഴുമ്പോൾ ആശയ്ക്ക് കെട്ടിയതായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അതിനുശേഷം കുറുമ്പും കുസൃതിയുമായി ദേഷ്യം പിടിപ്പിക്കുമെന്നല്ലാതെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. നീണ്ട വിസിലടിയും കയ്യടിയും കേട്ടാണ് ഇരുവരും മാറി നിന്നത്. എല്ലാവരും അവരെ തന്നെ സന്തോഷത്തിൽ നോക്കി. പൊളിച്ചു മക്കളെ, ഇങ്ങനൊരു പ്രപ്പോസൽ ലൈഫിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ. എന്തായാലും അടിപൊളി. എല്ലാവരും ഒരുപോലെ തന്നെ പറഞ്ഞു. രണ്ടുപേരും ചിരിച്ചു. നേരം ഒരുപാടായതുകൊണ്ട് ഗെയിം എല്ലാം നിർത്തി ഡെന്നിയും ദക്ഷയും പോകാനിറങ്ങി. ഇന്നത്തെ ദിവസം മനോഹരാക്കിയതിന് ഡെന്നി എല്ലാവരോടും താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് ഒന്നും വേണ്ട, ഇടയ്ക്ക് ഇതുപോലെ കൂടുമ്പോൾ നേരത്തെ എത്തണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരെ രണ്ടുപേരെയും യാത്രയാക്കി. വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോകും. ദക്ഷയുടെ ഉള്ളിൽ ചോദ്യങ്ങളായിരുന്നു. ഡെന്നിക്ക് അവളെ നേരത്തെ അറിയോ? പക്ഷെ എങ്ങനെ? എന്നിട്ട് അന്ന് എന്നെ കണ്ടപ്പോൾ അത്രയും ഹർഷായി സംസാരിച്ചതോ? അതോ അതൊക്കെ എന്നെ പറ്റിച്ചതാണോ? ഡെന്നിയും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിലെ സംശയം എന്താണെന്ന് അവനും അറിയാമായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞു തരാം എൻ്റെ ദുർഗക്കൊച്ചെ, കുറച്ചും കൂടി കാത്തിരിക്കണം. ഇപ്പൊ എൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞ നമ്മുടെ ഇടയിലുള്ള ഈ മൊമെന്റ്സ് ഒക്കെ ഇഷ്ടമാകും. അതുകൊണ്ട് ഇച്ചായൻ്റെ കൊച്ച് കാത്തിരിക്കെ. ഒരിക്കൽ ഏറ്റവും നല്ല മൊമെന്റ്സിൽ എൻ്റെ ഇഷ്ടം ഞാൻ പറയും, ഡെന്നി മനസ്സിൽ പറഞ്ഞു. അധികം വൈകാതെ അവർ രണ്ടുപേരും വീട്ടിലേക്കെത്തി. അമ്മച്ചി അവരെ കാത്തു ഉമ്മർത്തുണ്ടായിരുന്നു. അപ്പച്ചി ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ചുനേരം സംസാരിച്ചിരുന്ന ഡെന്നി റൂമിലേക്ക് പോയി. ദക്ഷ വീണ്ടും അമ്മച്ചിയോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പച്ചന്റെ വണ്ടി കണ്ടതും അവൾ അവരോട് ഗുഡ് നൈറ്റും പറഞ്ഞു പോയി. ജേക്കബ് കയ്യിലെ ബാഗ് ആലീസിന്റെ കയ്യിൽ കൊടുത്ത് റൂമിലേക്ക് നടന്നു. ആലീസ് വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അയാളുടെ കൂടെ പോയി. റൂമിൽ ചെന്നപ്പോൾ അയാൾ വസ്ത്രം മാറുകയാണ്. ഇച്ചാൻ എന്നതാ ഇത്രയും വൈകിയത്? ഒന്നുമില്ല ആലി, കുറച്ച് തിരക്കിപ്പെട്ടു. ഇറങ്ങാൻ നേരം 1-2 ഫയൽസ് നാളത്തേക്കുള്ളതാ ഓർമ്മ വന്നത്. അത് ക്ലിയർ ചെയ്യാനിരുന്നു. ജേക്കബ് മുണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു. ഇച്ചാന് കഴിക്കാനൊന്നും വേണ്ടേ? വേണ്ട പെണ്ണെ, വരുന്ന വഴി ഞാൻ കഴിച്ചു. ജേക്കബ് പറഞ്ഞതും ആലീസ് ഒന്നും മിണ്ടാതെ അയാൾ അഴിച്ചു വെച്ച വാച്ചും മേശയുടെ അകത്തേക്ക് വെച്ച് തിരിയാൻ നിന്നതും ജേക്കബ് അവരെ പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. എന്റെ ആലിക്കുട്ടി കഴിച്ചില്ലേ? ജേക്കബ് അവരെ കൊഞ്ചിച്ചുകൊണ്ട് താടിയെ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. പോ, ഇച്ചായൻ അറിയാവുന്നതല്ലേ ഇച്ചായൻ വരാൻ വൈകുന്ന അന്ന് ഞാൻ കഴിക്കില്ലാന്ന്. അവർ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ആലി, നീയേ ഇങ്ങനെ മുഖം വീർപ്പിച്ച് എന്നെ വീണ്ടും ഒരു അപ്പനാക്കല്ലേടി. അയാൾ അവരുടെ ഉണ്ടക്കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഈ ഇച്ചായൻ മക്കളെ കെട്ടി കുട്ടിയാവേണ്ട നേരത്തെ ഒന്ന് പോയേ, ആലീസ് അയാളുടെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. ജേക്കബ് അവരെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ദക്ഷ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഡെന്നി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയാണ്. അവനെ ഒന്ന് നോക്കി ദക്ഷ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഫ്രഷായി ഇറങ്ങിയതും ഡെന്നി ബെഡിലിരുന്ന് ഫോൺ നോക്കി ഇരിക്കുന്നത് കണ്ടു. ദക്ഷ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ വന്ന് കിടന്നതും ഡെന്നിയും ഫോൺ ഓഫ് ചെയ്തിട്ട് കിടന്നു. ദക്ഷയ്ക്ക് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും വേണ്ടെന്ന് വെച്ചു. ദക്ഷ പതിയെ തിരിഞ്ഞു കിടന്നു. ഡെന്നി ഉറങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി മുഖമുയർത്തി നോക്കിയതും അവളെ തന്നെ നോക്കിക്കിടക്കുന്ന ഡെന്നിയെ കണ്ട് ദക്ഷ വേഗം തിരിഞ്ഞു കിടക്കാൻ നിന്നതും ഡെന്നി അവളെ നേരെ കിടത്തി അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ദക്ഷ പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നിന്നു. ഒപ്പം അവനെ തള്ളി മാറ്റാനും ശ്രമിച്ചു. അടങ്ങിയിരിക്കു വച്ചേ, ഇന്നു മുതൽ ഞാൻ ഇങ്ങനെ കിടക്കും. അതിന് നീ വേണ്ടെന്ന് പറഞ്ഞാലും, ഡെന്നി അവളുടെ മാറിൽ ഉരച്ചുകൊണ്ട് പറഞ്ഞു. ദക്ഷ ഒന്ന് മൂളി. ഡെന്നി താടി കുത്തിക്കൊണ്ട് അവളെ നോക്കി. ഒരുപാട് ശബ്ദം ഉണ്ടാക്കി എന്റെ കൺട്രോൾ കളയല്ലേ കൊച്ചേ, ഡെന്നി കുറുമ്പോടെ പറഞ്ഞു. ദക്ഷ അവനെ കണ്ണുരുട്ടി കാണിച്ചു. കണ്ണുകൾ അടച്ചു കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഡെന്നി ഒന്ന് ഉയർന്നു പൊങ്ങി അവളെ നോക്കി. ഹോ, എന്റെ ദുർഗക്കൊച്ചേ, നീയേ ഈ ഇച്ചായന്റെ ചങ്കിനകത്ത് കയറിക്കൂടിയിട്ട് വീണ്ടും വീണ്ടും എന്റെ ആഴം കൂട്ടുവാണല്ലോ. ഡെന്നി അവളുടെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി മുഖം മുഴുവൻ ചുംബിച്ചു. പതിയെ അവളുടെ ചുണ്ടിനെയും കടിച്ചു നുണഞ്ഞു. അവൾ കുറുകിക്കൊണ്ട് പിടഞ്ഞതും അവൻ ചുണ്ടിനെ വേർപെടുത്തി. സോറി പെണ്ണെ, ഇച്ചാന്റെ കൺട്രോള് പോയി. ഡെന്നി ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ദക്ഷ അവനെ ചേർത്തു പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു. ഡെന്നിയും അവളുടെ സമീപത്തിൽ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ഡെന്നി എഴുന്നേറ്റ് ജോഗിങ് കഴിഞ്ഞ് ജിം റൂമിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്
ജോയും എബിയും അങ്ങോട്ടേക്ക് വന്നത്. എന്റെ കർത്താവേ, ഇവൻ ഈ ഉരുട്ടിക്കയറ്റുന്ന ആരുടെ നെഞ്ചത്ത് റീത്ത് വെക്കാനാണാവോ? മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ അവൻ നിന്റെ മേത്ത് ഉരുട്ടിക്കയറ്റും. അപ്പൊ നിനക്ക് റീത്ത് മേടിക്കേണ്ടി വരും. ജോ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. എബി വായിക്ക് സിബിട്ട് നിന്നു. എന്താ ജോ, പെട്ടെന്നൊരു വിസിറ്റ്? ഡെന്നി പുഷപ്പ് ചെയ്യുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഡാ, നീ ന്യൂസ് ശ്രദ്ധിച്ചോ? ഹാ, വിക്രം അവൻ മരിച്ചു അല്ലേ? അതെ, ബട്ട് അവന്റെ മരണത്തിന്റെ പിന്നിലെ കാരണം അത് മനസ്സിലാവുന്നില്ല. ഡെന്നി ഒന്നും തന്നെ മിണ്ടിയില്ല. അവന്റെ ഉള്ളിൽ പല കണക്കൂട്ടലും നടത്തുന്നുണ്ടായിരുന്നു. എടാ ഡെന്നി, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്റെ പോസ്റ്റ് ഇങ്ങോട്ടേക്കാകുമെന്ന് നീ പറഞ്ഞില്ലേ? അപ്പൊ നിന്റെ ഫസ്റ്റ് കേസ് ഇതാകാൻ സാധ്യതയുണ്ട്. ആ നോക്കാം. ഇപ്പൊ എന്തായാലും ഈ ഒരു സ്പീക്ക് ഇവിടെ നിർത്താം, ഡെന്നി പറഞ്ഞു. എടാ ഡെന്നി, ഇന്നല്ലേ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്? ദച്ചുവിനെ ബോർഡിൽ ചേർക്കാൻ എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടി വക്കീൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. നോബൽ അവനോട് വന്ന് പറഞ്ഞു. ഓ ഷിറ്റ്. ഡെന്നി അത്രയും പറഞ്ഞ് ജിമ്മിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോയി. ഇവനിതെന്താ പറ്റിയേ?